ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കൽ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ഒരു കിടിലം ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ആരെങ്കിലും ഫോട്ടോസൊക്കെ അയച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ കംപ്രസ് ആയിട്ടായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോൻ്റെ ഒറിജിനൽ ക്വാളിറ്റി നഷ്ടപ്പെട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ, ചില ഫോട്ടോകൾ നല്ല ഫോട്ടോ ആയിരിക്കും, പക്ഷേ ആ ഒരു ഫോട്ടോയിൽ വേണ്ടത്ര ക്വാളിറ്റി ഉണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യും അത്ര ക്വാളിറ്റി ഇല്ല എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസ് നമുക്ക് എങ്ങനെ ഹൈ ക്വാളിറ്റിയിൽ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഒരു ഗീവ് അവേ ചെയ്യുന്നുണ്ട്. ആ ഒരു ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത് ലൈവായിട്ട് കാണിക്കാനായിട്ട് ഞാനൊരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഫോട്ടോ ഞാൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. വളരെ ലോ ക്വാളിറ്റിയിലുള്ള ഒരു ഫോട്ടോയാണ്. നിങ്ങൾക്ക് സൂം ചെയ്യുമ്പോൾ തന്നെ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി ലോ ആണെന്നുള്ളത് മനസ്സിലാവും. ഈ ഒരു ഫോട്ടോ നമുക്ക് എങ്ങനെ ഹൈ ക്വാളിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിനായിട്ട് നിങ്ങളൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രോ വേർഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. പ്രോ വെർഷനകത്ത് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു ഫ്രീ വേർഷനകത്ത് ഡെയിലി 5 ഫോട്ടോസ് മാത്രമേ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രീ വെർഷനകത്തുണ്ട്. പ്രോ വേർഷൻ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു നോർമൽ വേർഷൻ വെച്ചിട്ട് നമുക്കൊരു 5 ഫോട്ടോ ഒക്കെ ഡെയിലി എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡെയിലി നിങ്ങൾക്ക് 5 ഫോട്ടോ ഒക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എന്തൊക്കെ ഓപ്ഷൻ ഉള്ളതെന്ന് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമുക്ക് എൻഹാൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എൻഹാൻസ് പ്ലസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ പ്രോ വെർഷനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ വീഡിയോ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പോർട്രേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പെയിൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എൻഹാൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് കാണാൻ സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ലോ ക്വാളിറ്റിയുള്ള ഒരു ഫോട്ടോയാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ നമുക്ക് പ്രോസസ്സ് ആവുന്നതായിരിക്കും. ഈ ഒരു 15 സെക്കൻഡോ 10 സെക്കൻഡോ ഒക്കെ പ്രോസസ്സിങ് ടൈം ഉണ്ടാവും. ആ ഒരു ടൈം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, നമ്മുടെ ഫോട്ടോ ഇപ്പോൾ പ്രോസസ്സ് ആയിട്ടുണ്ട്. പ്രോസസ്സ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്കൊരു ലൈൻ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ബട്ടൺ ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് നമുക്ക് എഡിറ്റ് ചെയ്തതിന് മുമ്പുള്ള ഫോട്ടോ ഒന്നുകൂടെ നോക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്വാളിറ്റി വളരെ ലോ ക്വാളിറ്റിയിലാണ് ഈ ഒരു ഫോട്ടോ ഇരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ബട്ടൺ ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല ക്വാളിറ്റിയിൽ ഈ ഒരു ഫോട്ടോ കൺവേർട്ട് ആയിട്ടുണ്ട്. കണ്ടില്ലേ? നിങ്ങൾക്ക് ലൈവായിട്ട് പ്രൂഫാണ് കാണിച്ചു തന്നിരിക്കുന്നത്. കണ്ടോ? നല്ല ക്വാളിറ്റി, ഇതിൻ്റെ ക്വാളിറ്റി വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഫോട്ടോ നല്ല രീതിയിൽ ക്വാളിറ്റി ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് മുകളിലൊരു ആരോ മാർക്കുണ്ട്, ഡൗൺലോഡിൻ്റെ സിമ്പലുണ്ട്. ആ ഒരു ഡൗൺലോഡ് സിമ്പൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ ഫേസ് മാത്രം വേണമെങ്കിൽ നമുക്ക് ക്വാളിറ്റിയിൽ സൂം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? എത്രമാത്രം ചേഞ്ച് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. ഇതുപോലെ നമുക്ക് പഴയ ഫോട്ടോസൊക്കെ നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പെയിൻറ്റ് മോഡിലോട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് മോഡ് നോക്കാം. ഓക്കെ ഗൈസ്, ഈ ഒരു ഫോട്ടോ നമുക്ക് പെയിൻറ്റ് മോഡിലോട്ടായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? ഒരു വെറൈറ്റി ലുക്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ എഡിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ആപ്ലിക്കേഷനായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത ഇതിലും നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.